നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. HTCയുടെ USA ചാപ്റ്ററിലുള്ള ഈ 4-ാം യാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിന്റെ ദാസൻ, HTCയുടെ പിൻപിൽ അധ്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, മറ്റ് ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസത്തിൽ വളരുക എന്നുള്ള വിഷയമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഗ്രോ ഇൻ ഫെയ്ത്ത്. അതിൻ്റെ 3 എപ്പിസോഡുകൾ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് 4-ാമത്തേതാണ്. മാക്സിമം ഒരു 5 എപ്പിസോഡുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ വിഷയം ക്ലോസ് ചെയ്യാമെന്ന് ചിന്തിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച വിഷയം ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ധ്യാന വിഷയം. വിശ്വാസത്തിന്റെ പരിശോധന. അത് ദിവസങ്ങളെടുത്ത് പഠിച്ചാൽ പോലും തീരാത്ത ഒരു ഗഹനമായ വിഷയമാണ് വിശ്വാസത്തിന്റെ പരിശോധന. നമ്മളിതിനെ കാച്ചിക്കുറുക്കി അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. നമ്മൾ ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന വിഷയം പഠിക്കാൻ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മൾ അതിനകത്തുനിന്ന് അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ പഠനത്തിലൂടെ ചിന്തിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒന്ന്, യഥാർത്ഥ വിശ്വാസത്തിലാണോ നമ്മളായിരിക്കുന്നത് എന്ന് അതൊന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് 1-ാമത്തെ വിഷയം. 2-ാമത്തെ വിഷയം, നമ്മുടെ വിശ്വാസം ഫലം തരുന്ന വിശ്വാസമാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുക. 3-ാമത്തെ വിഷയം, നമ്മുടെ വിശ്വാസം മാതൃകാപരമാണോ, ആർക്കെങ്കിലും അനുകരിക്കാൻ കഴിയുന്നതാണോ. 4-ാമത്തെ വിഷയം, നമ്മുടെ വിശ്വാസത്തിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന പഠനത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കും എന്നറിഞ്ഞത് ശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പം, ഈ ചാപ്റ്റർ 1 മുഴുവൻ എന്ന് ശ്രദ്ധിച്ചപ്പം രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങൾ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് യാക്കോബ്. സ്തോത്രം. 3-ാം വാക്യത്തിൽ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാണ് യാക്കോബ് തുടങ്ങുന്നത്. പക്ഷേ 5, 6, 7 വാക്യങ്ങൾ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് പറയുന്ന വിഷയം സംശയം എന്നുള്ള വിഷയമാണ്. എന്നെ അത് വളരെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. കാരണം
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന യാക്കോബ് വിശ്വാസത്തെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം പെട്ടെന്നൊരെടുത്തുചാട്ടം അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 5, 6, 7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്നത് സംശയത്തെക്കുറിച്ചാണ്. അപ്പോൾ വിശ്വാസവും സംശയവും എന്തെങ്കിലും ചേർച്ചയുള്ള കാര്യമാണോ? സ്തോത്രം. വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വിഷയമാണ് സംശയം. സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയിലെ 1-ാമത്തെ ടെസ്റ്റ് അതാണ് സംശയം. നമ്മുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഇതുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ടെസ്റ്റ്. അതുകൊണ്ടാണ് യാക്കോബ് അത് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് അടുത്ത പാരാഗ്രാഫ് 5, 6, 7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സംശയത്തെക്കുറിച്ച് ഡീപ്പായി സംസാരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ടോ? 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 6-ാം വാക്യം പറയുന്നു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംശയിക്കാനേ പാടില്ല. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവനെ കാറ്റടിച്ച് അലയുന്ന കടൽ തിരമാലയ്ക്ക് സമനായിട്ടാണ് യാക്കോബ് പറയുന്നത്. രക്ഷപ്പെടുമോ? പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമോ? സംശയത്തോടാണ് പല ആളുകളും ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. നമ്മുടെ ഒരു പരാജയം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസിക്കേണ്ട സമയത്തെല്ലാം സംശയിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കാൻ അവകാശമില്ലാത്ത സമയത്ത് നാം വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും അതിന്റെ സമയം അവസാനിക്കുകയും ചെയ്യും. ഇതാണ് സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ഒരു പരാജയമാണ്. വിശ്വസിക്കേണ്ട സമയത്തെല്ലാം സംശയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വസിക്കാൻ സാവകാശമില്ലാത്ത സമയത്ത് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ടൈം ഓവർ ആകും. എപ്പോഴാണ് വിശ്വസിക്കേണ്ട സമയം? എന്ന് ചോദിച്ചാൽ, നാം ഈ ഭൂമിയിൽ പാർക്കുന്ന സമയത്ത്, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്താണ് വിശ്വസിക്കേണ്ട സമയം. എത്രത്തോളം വിശ്വാസം വേണം? ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എത്രത്തോളം വിശ്വാസം വേണം? പെർഫെക്റ്റ് ആയിട്ടുള്ള വിശ്വാസം വേണം. അതാണ് എന്റെ മറുപടി. ചില ആളുകൾ പറഞ്ഞാൽ 30, 60, 100. ഞങ്ങൾക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല വാസ, ഞങ്ങളൊരു 30 മതി. അതുകൊണ്ട് കാര്യം നടക്കില്ല. 100% വിളവുള്ള വിശ്വാസം വേണം. അങ്ങനെ വിശ്വസിക്കുന്നവരെ ചിലപ്പോൾ ആളുകൾ ഭ്രാന്തരെന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, നൂലെ കെട്ടിത്തരുമോ എന്നോർത്ത് നീ ഇരിക്കുകയാണോ? പെന്തക്കോസുകാരിൽ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു 30%
ഞങ്ങൾക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. നമ്മൾ അധികം ഒന്നും അഹങ്കരിക്കാൻ പാടില്ല. 30. നോ, പെർഫെക്റ്റ് ഫെയ്ത്ത് ഈസ് 100% ഫെയ്ത്ത്. അത് ചില ആളുകൾ പറയില്ലേ, എന്ത് മനുഷ്യൻ പാതി ദൈവം പാതി. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ലൈഫിൽ മുഴുവൻ ദൈവമാണെന്നുള്ളതാണ്. അതാണ് 100%. എന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നല്ല, നമ്മൾ ചെയ്യണം. നമ്മൾ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും സഹകരിക്കണം. എന്നാലേ ഫെയ്ത്ത് വർക്കാകൂ. നിങ്ങളെ ഒരാൾ സഹായിക്കണമെങ്കിൽ പോലും ആ ആളോട് ദൈവം ഇടപെടാതെ സഹായിക്കില്ല. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നിങ്ങൾ ഒരു ഡോക്ടർ ആത്മാർത്ഥമായി നോക്കണമെങ്കിൽ ദൈവം ഇടപെടണം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം 100% ആണ്. ഫെയ്ത്ത് 100% ആയിരിക്കണം. സ്തോത്രം. അല്ലാതെ ഞങ്ങൾ 30% വിശ്വസിക്കുന്നവരാണ്. പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം, പറ്റുമെങ്കിൽ വചനം ധ്യാനിക്കാം, പറ്റുമെങ്കിൽ ചർച്ചിൽ പോകാം. നോ. സ്തോത്രം. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയേ അല്ല, അവിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, സംശയിക്കരുത്. പണ്ട് ഒരു ദേശത്ത് വലിയ വരൾച്ച ഉണ്ടായി. അപ്പൊ അവിടെ ഒറ്റ പള്ളിയേ ഉള്ളൂ. നാട്ടുകാരെല്ലാം കൂടെ വന്ന് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, അച്ചോ, ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് നശിക്കും. അച്ഛൻ പറഞ്ഞു, നമുക്കെല്ലാം കൂടെ നാളെ ഒരുമിച്ച് മൈതാനത്ത് കൂടി വന്ന് പ്രാർത്ഥിക്കാം, ദൈവം മഴ പെയ്യിക്കട്ടെ. അങ്ങനെ കൂട്ടമായി ദേശക്കാരും അച്ഛനും കൂടെ ചേർന്ന് പ്രാർത്ഥന നടത്തി. ഉച്ച കഴിഞ്ഞ് അച്ഛൻ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കപ്പ്യാര് പറഞ്ഞു, അച്ചോ, കുടയെടുത്തോണ്ട് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ തിരിച്ചു വരുന്ന ദുഷ്കരമായിരിക്കും, മഴ പെയ്യാൻ സാധ്യത. അച്ഛൻ പറഞ്ഞു, പിന്നെ ഈ ചൂടത്താ മഴ പെയ്യാൻ പോകുന്നത്. ഇത് തന്നെയാണ് പല വിഷയങ്ങളും കർത്താവിന്റെ വരവിനെ പല വിഷയങ്ങളും പല ആളുകളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഈ സ്റ്റൈലിലാണ്. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഈ കർത്താവ് 3 കുരുടർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അത് 3 വ്യത്യസ്തമായ രീതിയാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പൊ 3 മരിച്ചവരെ ഉയർപ്പിച്ചു, 3 വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരേ രീതിയിലല്ല എല്ലാം ചെയ്യുന്നത്. കർത്താവിന് വിവിധ മാർഗങ്ങൾ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ സഭയ്ക്കകത്തുള്ള ഒരാളെ ഉയർത്തിയ രീതിയിലായിരിക്കത്തില്ല ദൈവം നിന്നെ ഉയർത്തുന്നത്. ദൈവത്തിന് നിന്നെ പുലർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ കരുതാൻ ദൈവത്തിന്റെ കയ്യിൽ നിരവധി മാർഗങ്ങളുണ്ട്, നിരവധി റിസോഴ്സസുകളുണ്ട്. ഏലിയാവിന് ഒരിക്കൽ കാക്കയിൽ കൂടെ കൊടുത്തു വട, ഒരിക്കൽ വിധവയിലൂടെ കൊടുത്തു, ഒരിക്കൽ ദൂതനിലൂടെ കൊടുത്തെങ്കിൽ നീ ചിന്തിക്കാത്ത നനയ്ക്കാത്ത മാർഗങ്ങളിലൂടെ നിന്നെ പുലർത്താൻ ദൈവത്തിന് കഴിയും. 100% ഫെയ്ത്തും കൊടുക്കുക. എനിക്ക് കർത്താവ് 3 കുഷ്ഠരോഗികളെ, കുഷ്ഠരോഗിയല്ല, 3 കുരുടരെ 3 കുരുടർക്ക് കാഴ്ച. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരു കുരുടന്റെ മുന്നിൽ കർത്താവ് നിലത്തോട്ടിരുന്ന തുപ്പി ചേറ് കുഴച്ചു, അവനെ കണ്ണേലോട്ട് പൊത്തിവെച്ചു. കർത്താവ് പറഞ്ഞു, ക്ഷീരവകുളത്തിൽ പോയി കഴുകുക. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ അന്ന് അവിടെ മഹോദരവകാലം തുടങ്ങിയേനെ. കാരണം മറ്റു 2 കുരുടന്മാർക്കും സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒട്ടതേ ഉള്ളൂ. ഇതിപ്പം ഉണ്ട അല്പം കാഴ്ചയെങ്കിലും, ഒരു മങ്ങിയ കാഴ്ചയെങ്കിലും കണ്ണിന് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ ചേർത്ത് വെച്ച് കർത്താവ് എന്ത് ചെയ്തു? അടച്ചു. ഉണ്ടായിരുന്നത് കൂടെ അടച്ചിട്ട് പറയുക, ഈ ലോകം കൊളത്തിൽ പോക്കോളാൻ, തപ്പിത്തടഞ്ഞ്. എന്തൊരു പ്രവൃത്തിയാ! കർത്താവ് ഇവിടെ നിപ്പുണ്ട് താനും. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. നീ തപ്പിത്തടയുന്നതും നീ ബുദ്ധിമുട്ടുന്നൊക്കെ കണ്ടിട്ടും കർത്താവ്
മിണ്ടാതെ നിൽക്കുക. അതിന് കാരണം നിന്റെ വിശ്വാസത്തിന്റെ തലം കർത്താവ് ഒന്ന് അളന്നുകൊണ്ടിരിക്കുക. നീ പോകുമോ എന്ന്. സ്തോത്രം. നമ്മളായിരുന്നു ആ കൂട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പോവുകയല്ല. ഇനി ഇവൻ ഇങ്ങനെ തപ്പി തടഞ്ഞു പോകുമ്പം കാണുന്നവരെല്ലാം ചിരിക്കും. കുറച്ചു മുമ്പ് പുള്ളിക്ക് കുരുടന്മാർക്ക് കണ്ണ് കാണത്തില്ലെങ്കിലും ചെവി കൊണ്ടവർക്ക് നല്ല ചില കഴിവുകളുണ്ട്. കൃത്യമായി കണ്ണ് കാണാൻ പറ്റുന്നവർ പോകുന്നതിനേക്കാൾ വേഗത്തിൽ വരും. പക്ഷെ ഇവൻ ഈ തപ്പി തടഞ്ഞുമൊക്കെ ഈ പോന്ന് കണ്ടപ്പോൾ പല ആളുകളും അവനെ പരിഹസിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പോയിട്ട് അവൻ തിരിച്ച് അവനൊരു വരവ് വന്നു. അത് കണ്ടപ്പോ ചിരിച്ചുകൊണ്ടിരുന്നവന്റെ എല്ലാം ചിരി അങ്ങ് നിന്നു. നീ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ നിന്നെ നോക്കി പരിഹസിക്കുന്നവരും ചിരിക്കുന്നവരൊക്കെ കാണും. പക്ഷെ ആ വിശ്വാസത്തിന്റെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പലരുടെയും ചിരി അവസാനിക്കും. പിന്നെ നിന്റെ വാഴ്ചയുടെ സമയമാണെന്ന് ദൈവാത്മാവ് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ കുരുടനായ മനുഷ്യനോട് നമുക്ക് ചോദിക്കാം, താങ്കൾ ഈ ശീലോഹം കുളത്തിൽ പോയി, എന്നാൽ ശീലോഹം കുളത്തിൽ പോയി ഈ മുഖം കഴുകാമെന്ന്, കണ്ണ് കഴുകാമെന്ന് താങ്കളെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സ്തോത്രം. ആ മനുഷ്യൻ പറയും, എന്നോട് പറഞ്ഞത് കർത്താവായതുകൊണ്ട് അവൻ വെറുതെ ഒരു വാക്ക് പറയത്തില്ല, അതിന്റെ പുറകിൽ എന്തോ കാര്യമുണ്ടെന്ന് ഞാൻ ഗ്രഹിച്ചു. സ്തോത്രം. പണ്ട് ഒരു പെങ്കൊച്ചു പറഞ്ഞു കേട്ട് ഒരു രാജ്യത്തിന്റെ സൈന്യാധിപനായ ഒരു നയമാൻ പ്രവാചകനെ കാണാൻ വേണ്ടി പോയി. ഏലിശയെ കാണാൻ പോയി. പ്രവാചകൻ വിചാരിച്ചു നയമാന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പ്രവാചകൻ സ്തോത്രം പ്രാർത്ഥിക്കുമെന്നൊക്കെ ആയിരിക്കാം നയമാൻ വിചാരിച്ചത്. റൈറ്റ് നൗ ടച്ച് പവർ, ഇപ്പോൾ സംഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നു വിചാരിച്ചു കാണും. പക്ഷേ ഏലിശ കൂളായിട്ട് പറഞ്ഞു, നീ ആ യോർദാനിൽ പോയി ഒരു 7 പ്രാവശ്യം മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. കലക്കവെള്ളം ഇതുപോലുള്ള നദികൾ ഇഷ്ടം പോലെ നയമാന്റെ രാജ്യത്തുമുണ്ട്. പക്ഷേ എന്തോ ആദ്യം പുള്ളിക്ക് ദേഷ്യം വന്ന് കാണും, കുശൂഷിത്തും ഒക്കെ വന്ന് കാണും, സ്വാഭാവികം. പക്ഷെ എന്തായാലും ഇത്ര ദൂരം വന്നേയില്ലേ. ആ പെൺകുട്ടി അത്രയും ഉറപ്പോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല. അദ്ദേഹം വിശ്വാസത്താൽ പോയി അങ്ങ് മുങ്ങി. 7 പ്രാവശ്യവും മുങ്ങി. നമ്മളാണ്, അത് വിശ്വാസം തന്നെയാണ്. അല്ല ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നെങ്കിലും ചോദിക്കും. പുള്ളി ഒന്നും വേണ്ടിയില്ല. 7 പ്രാവശ്യം മുങ്ങി പൊങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ പ്രതിഫലനം അവന്റെ ശരീരത്തിൽ സൗഖ്യമായി വ്യാപരിച്ചു. നിന്റെ വിശ്വാസം ഒരു 100% വന്നാൽ നിന്റെ ശരീരത്തിൽ ക്യാൻസർ കയറിയാലും നീ ആ ഹീലിംഗ് പ്രാപിക്കുന്നുള്ള തർക്കമില്ല. സ്തോത്രം. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രതിഫലനത്താൽ മരണം വരെ സൗഖ്യം അനുഭവിച്ച് ജീവിച്ച എത്രയോ ഭക്തന്മാർ പാർത്ത നാടാണെന്നറിയാമോ നമ്മുടെ നാട്. ഇന്നിപ്പം ഞാൻ മരുന്നിനൊന്നും എതിരല്ല. ഇന്നിപ്പം പനി ഉണ്ടായില്ലെങ്കിലും ഒരു ചെറിയ പനിക്കോള് തോന്നുമ്പോൾ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ ഡോളോ കഴിക്കുന്ന പാർട്ടികളാണ് നമ്മൾ. സ്തോത്രം. എവിടെയൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെന്ന് ചർച്ചിലെ പാസ്റ്റർമാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അവരാണ് പലരും വിശ്വാസികളോട് പറയുന്നത് ഇന്നലത്തെ നല്ലൊരു ഡോക്ടറുണ്ട്. അതിന് പകരം നിന്റെ സഭയെ, നിന്റെ വിശ്വാസികളെ ഫെയ്ത്തിന്റെ തലങ്ങളെ കുറിച്ചൊന്ന് പഠിപ്പിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? സ്തോത്രം. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംശയിക്കാനുള്ള ഒത്തിരി സാഹചര്യങ്ങളെയും അവസരങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിശ്ചയമായി ഉണ്ടാവും. ജീവിതത്തിൽ സംശയിച്ചു പോകുന്ന ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവും.
അതൊരു ടെസ്റ്റാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ ഈ ഹൗവയെ പഴയ പാമ്പിനെയുമാണ് കാണുന്നത്. ഞാൻ ആ ഭാഗം വായിച്ചു. സത്യത്തിൽ പാമ്പ് അല്ലെങ്കിൽ പിശാച് പുള്ളി ഒരു കള്ളവും പറഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. അവിടെ കള്ളം പറഞ്ഞത് ഞാൻ നോക്കിയിട്ട് ഹൗവയാ പറഞ്ഞത്. കാര്യം ബലം തിന്നരുതെന്ന് മാത്രമല്ല, തൊടുക പോലും ചെയ്യരുതെന്ന് പുള്ളിക്കാരെ അടിച്ചു വിട്ടു. ചില തള്ളു കൂടുതലുണ്ട് ചില സഹോദരിമാർക്ക്. സ്തോത്രം. ഇവിടെ പാമ്പ് ഒരു കള്ളവും പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. പിശാച് എന്തേലും കള്ളം പറഞ്ഞു? പിശാച് കള്ളമൊന്നും പറഞ്ഞില്ല. പക്ഷേ പിശാച് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, മറ്റൊരു ബൈപ്പാസിലൂടെ ഹൗവയെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഹൗവയിലേക്കൊരു കൺഫ്യൂഷൻസ് കൊണ്ടുവരാൻ സാത്താന് കഴിഞ്ഞു. അപ്പൊ നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ സംശയിക്കത്തക്ക രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. ദൈവത്തെ സംശയിക്കത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങൾ, ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഞാനൊരു ദൈവദാസനല്ലേ, എനിക്ക് മാത്രം എന്തിങ്ങനെ വന്നു? ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമല്ലേ, പിന്നെന്താ പ്രവർത്തിക്കാത്തത്? ഇങ്ങനെ സംശയിക്കാൻ പറ്റുന്ന നിരവധി അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2:1 ദൈവദാസൻ പറഞ്ഞത്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട്. ശ്രദ്ധയോടെ എന്നല്ല, അധികം ശ്രദ്ധയോടെ. എന്ത്? കേട്ടത്. എന്താ കേൾക്കുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് കേൾക്കുന്നത്. ആ വചനം കേട്ടാണ് വിശ്വാസം പ്രാപിക്കുന്നത്. വചനത്തിന്റെ അഭാവം വിശ്വാസത്തിൽ വലിയ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ വചനം നന്നായി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ തലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ വിശ്വാസത്തിന്റെ തലം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കയറിയ സംശയങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, നിന്നെ പരിശോധിക്കുമ്പോൾ നിന്നിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ വചനത്തിന്റെ കേൾവി നല്ലൊരു മുഖാന്തരമാകട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ വിഷയം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം. നിങ്ങളിവിടെ ഈ അടുത്ത പാരഗ്രാഫിലേക്ക് വരണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ അടുത്ത പാരഗ്രാഫ് 9, 10, 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. ഇവിടെ
ഒരു എളിയ സഹോദരനെ ദൈവം ഉയർത്തുമ്പോൾ അവൻ തന്റെ ഉയർച്ചയിലും ഒരു ധനവാനെ പൂ പോലെ, പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും അല്ലെങ്കിൽ താഴ്ചയിലും പ്രശംസിക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് പറയുന്നത് ധനവാനാണെങ്കിലും എളിയ സഹോദരനാണെങ്കിലും ക്രിസ്തുവിൽ തനിക്കുള്ള ആത്മീക സ്വഭാവങ്ങളിൽ ദൈവത്തെ സ്തുതിക്കണം. ധനവാനാണെങ്കിലും കൊള്ളാം, എളിയ സഹോദരനാണെങ്കിലും ക്രിസ്തുവിൽ തനിക്കുള്ള ആത്മീക സ്വഭാവങ്ങളിൽ കർത്താവിനെ സ്തുതിക്കണം. അപ്പൊ ഈ ലോകത്തിന്റെ ഉയർച്ചകളിൽ നീ ആശ്രയിക്കരുത്. അതാണ് യാക്കോബ് ഇവിടുന്ന് പറയുന്ന സന്ദേശം. ആശ്രയിച്ചാൽ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നിന്റെ വിശ്വാസം തകർന്നു പോകും. അപ്പോൾ ലോകത്തിൽ ആശ്രയിക്കരുത്. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കകത്തൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ ആശ്രയം എവിടെയാണ്. ആശ്രയിച്ചാൽ നീ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നിന്റെ വിശ്വാസം തകർന്നു പോകും. നിന്റെ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞു പോകും. എന്റെ പണം, എന്റെ ധനം, എനിക്ക് ആളുകളുണ്ട്, പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം, പിന്നെ എന്തിന് ചർച്ചിൽ പോകണം? സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് വീണു പോകാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ഒരു കാര്യം കൂടെ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കണ്ടിന്യൂഷൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഈ 1-ാം അധ്യായത്തില് 2 പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പരിശോധന, ഒന്ന് പരീക്ഷ. ഒന്ന് പരിശോധന, ഒന്ന് പരീക്ഷ. എന്താണ് പരിശോധന? പരിശോധന നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നും ആ വിശ്വാസത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ദൈവം തരുന്ന ചില എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങളെയാണ് പരിശോധന എന്ന് വിളിക്കുന്നത്. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നും ആ വിശ്വാസത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ദൈവം തരുന്ന ചില എക്സ്പീരിയൻസുകളെയാണ്, അനുഭവങ്ങളെയാണ് പരിശോധന എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ അതൊരു പരീക്ഷ മാത്രമല്ല, അതിനകത്തൊരു പരിശോധനയാണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും. ദൈവം അബ്രഹാമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്തിനാന്ന് ചോദിച്ചാൽ, നാളെ 2025 വരെ, അല്ലെങ്കിൽ ഇനി നാളുകളിൽ ലോക ജനതയ്ക്ക് അബ്രഹാമിന്റെ വിശ്വാസം മാതൃകയാകേണ്ടതിന് വേണ്ടി ദൈവം ഒരു പരിശോധന അതിലൂടെ അബ്രഹാമിനെ കടത്തിവിട്ടു. ദൈവം നിന്നെ ചില പരിശോധനകളിലൂടെ കടത്തിവിടുന്നത് നിന്റെ ശേഷം അടുത്ത ജനറേഷനുകൾക്കും നിന്റെ വിശ്വാസം ഒരു മാതൃകയാകേണ്ടതിന് വേണ്ടിയാണ്
നിന്നെ ചിലതിനകത്തൂടെ കടത്തിവിടും. അല്ലാതെ കൊലപാതകം ചെയ്യാൻ ദൈവം അബ്രഹാമിനെ പ്രേരിപ്പിക്കുകയായിരുന്നെന്ന് ചില നിരീശ്വരവാദികൾ പറയുന്നത് പോലെ അല്ല സംഭവം. ഇവിടെ സത്യത്തിൽ എനിക്ക് തോന്നി അബ്രഹാമിനും ഇസഹാക്കിനും ഒരേ ഫെയ്ത്ത് ആയിരുന്നു. അല്ലെങ്കിൽ 14 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ യാഗപീഠം ഉണ്ടാക്കിയിട്ട് വിറകും കീറി ഇടക്കിയിട്ട് അവൻ ചുറ്റുപാട് നോക്കുമ്പോൾ അവനെ യാഗം കണ്ട് പരിചയമുള്ള ഒരു പയ്യനാണ്. അവിടെ യാഗമൃഗമില്ല, പക്ഷെ തന്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ച് തന്നെ കിടത്തുമ്പം ഇന്നത്തെ ഇസാക്കന്മാർ വല്ലതായിരുന്നെങ്കിൽ അപ്പനെ പിടിച്ചവിടെ കിടത്തി കുരുതി കൊടുത്തേനെ. പുള്ളി അങ്ങ് അനുസരിച്ചു കൊടുത്തു ഇസഹാക്ക്. അതൊരു ഫെയ്ത്താ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 22 യാഗം കഴിച്ചേയില്ല ഇസഹാക്കിനെ. പക്ഷെ എബ്രായ ലേഖനത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതാ ഫെയ്ത്താണ് ഇസഹാക്കിന്റെ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആട്ടുംകുട്ടി വന്നില്ലായിരുന്നെങ്കിലും ഇസഹാക്ക് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ദൈവത്തിന് അത്ര വിശ്വാസമാണ് ഇസഹാക്ക്. എന്താണെന്നറിയാമോ ഇസഹാക്കിനെ അങ്ങനെ പിടിച്ചു നിർത്തിയത്? അവന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അപ്പൻ പർവ്വതത്തിന്റെ താഴെ നിർത്തിയ ഭാര്യക്കാരോട് പറഞ്ഞൊരു പദം കേട്ടു. എന്താ? പോയിട്ട് ഞാനും മകനും ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി വരാം. ആ പദമാണ് അവന്റെ അകത്ത് വിശ്വാസത്തിന്റെ തലം വർദ്ധിപ്പിച്ചത്. അപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്രഹാം ആ ഫെയ്ത്തിന്റെ ടെസ്റ്റിനകത്ത് അബ്രഹാം വിജയിച്ചത് കൊണ്ടാണ് ഒരാട്ടിൻകുട്ടിയുടെ കരുതൽ അബ്രഹാമിന് കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ യോസഫിനെ കാണാം. യോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ അനുഭവിച്ചത് അതൊരു പരീക്ഷ തന്നെയായിരുന്നു. അത് പരിശോധനയല്ല, അതൊരു പരീക്ഷയായിരുന്നു. സാഹചര്യം, സാമീപ്യം, സമ്മർദ്ദം, ഇത് മൂന്നും കൂടെ പിശാച് ഒരുമിപ്പിച്ചു കൊടുത്തു. സാഹചര്യം, സാമീപ്യം, സമ്മർദ്ദം. പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ആ സ്ത്രീയുടെ സാമീപ്യം ഉണ്ടായിരുന്നു, അവളുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം യോസഫിന്റെ സമ്മതത്തെ തട്ടിക്കളഞ്ഞു. ആ പരീക്ഷയുടെ നടുവിൽ നിന്ന് ഇറങ്ങി ഓടാൻ ദൈവം അവനെ ശക്തിപ്പെടുത്തി. പ്രിയരെ, ഇന്ന് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നത് പിശാചാണ്. ദൈവം ഇന്ന് ആരെയും പരീക്ഷിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 13 അത് വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇന്ന് പരീക്ഷിക്കുന്നത് പിശാചാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വന്നു, പക്ഷെ കർത്താവ് അവനെ വചനം കൊണ്ട് ജയിച്ചു. പരീക്ഷയെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വചനം കൊണ്ട് ജയിക്കുക. ദൈവം നിങ്ങളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടും. കടത്തിവിടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി ശാസിച്ചെങ്ങനെയും അതിന്റെ അപ്പുറത്ത് വരാൻ ശ്രമിക്കണം. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നതൊക്കെ? അതൊക്കെയാ. ദൈവം നിങ്ങളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യാക്കോബിന്റെ ലേഖനം 1:3 എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ ആ പരിശോധനയുടെ നടുവിൽ സ്തോത്രം ചെയ്ത് ആ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ ശേഷം സന്തോഷത്തോടെ
അതിനെ കൈക്കൊള്ളണം, അല്ലെങ്കിൽ ഇതിനെ സന്തോഷമെന്ന് എണ്ണണം. നമ്മൾ പക്ഷേ നമ്മൾ നേരെ തിരിഞ്ഞ ഒന്നെ പിശാചിന്റെ പള്ളിക്ക് ഇട്ട് കൊടുക്കും, അല്ലെ ഉപവാസ പ്രാർത്ഥന ഇരിക്കും. പരിശോധന വരുമ്പോൾ സ്തോത്രം ചെയ്ത് അശേഷം സന്തോഷം എന്ന് അതിനെ എണ്ണണം. എന്താ കാര്യം? ഈ പരിശോധന എന്തിനാണെന്നറിയാമോ? എന്തിനാ? പത്രോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയെ കമ്പയർ ചെയ്തിരിക്കുന്നത് തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനോടാണ്. എന്തിനാ ഈ തീക്കകത്തൂടെ കടത്തിവിടുന്നത് പൊന്നിനെ ശോധന കഴിക്കുന്നത്? അതിന്റെ കീടങ്ങളെ നീക്കിക്കളഞ്ഞ് 24 ക്യാരറ്റ് ഗോൾഡ് ആക്കി മാറ്റാൻ ദൈവം നിന്നെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുന്നത് ചില കീടങ്ങളെയൊക്കെ നീക്കിക്കളയാൻ, ചില കീടങ്ങളെ ഉരുക്കിക്കളഞ്ഞിട്ട് ആളുകൾ കൊതിക്കുന്ന രീതിയിലുള്ള വിലയുള്ള പൊന്നാക്കി തീർക്കാൻ. അതല്ലേ അയ്യോ പറഞ്ഞത്, നിങ്ങൾ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇതിനകത്ത് ഞാൻ തീരത്തില്ലടാ കുഞ്ഞ, ഈ വിശ്വാസത്തിന്റെ പരിശോധന ഞാൻ കെട്ടുപോകത്തില്ല, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇതിനാണ് വിശ്വാസത്തിന്റെ പരിശോധന. 3 എബ്രായ ബാലന്മാർ തീക്കകത്തേക്ക് വീണു. രാജാവ് കണ്ടത് നമ്മൾ 3 പേരല്ലേ ഇട്ടുള്ളൂ, 4ാമത് ഒരാളും കൂടെ അവരുടെ കൂടെ നടക്കുന്നു. അവന്റെ മുഖം ദൈവപുത്രന്റെ മുഖത്തോട്, രാജാവെ നീ 4ാമതാ കണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവര് 3 പേരും തീയിലോട്ട് വന്ന് വീഴുന്നതിന് മുമ്പേ കർത്താവ് അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ഇവര് വന്ന് വീണ് കഴിഞ്ഞിട്ടാ കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവര് കത്തിപ്പോയേനെ. പിന്നെ നീ ആ തീയിൽ വന്ന് വീഴുന്നതിന് മുമ്പേ ആ തീയിൽ നീ വെന്തു പോകാതിരിപ്പാൻ അവൻ അവിടെ പ്രസന്റ് ആയെന്ന്. എനിക്ക് മനസ്സിലായി. എബ്രായ ബാലന്മാർക്ക് വെളിയിൽ വരാൻ പോലും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർ പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യം ഉള്ള തീ ആണെങ്കിൽ അതാ ഞങ്ങൾക്ക് ഇഷ്ടം. സാന്നിധ്യമില്ലാത്ത തീയുടെ വെളിയിൽ നിൽക്കുന്നതിനേക്കാൾ സാന്നിധ്യത്തോടൊപ്പം തീക്കാത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ക്രൈസ്തവ കോളത്തില് ഇന്നത്തെ പിള്ളേരുടെ അല്ല, പഴയ പാട്ടുകളൊക്കെ നോക്കി എല്ലാ ഭക്തന്മാരും എഴുതിയ പാട്ടുകളെല്ലാം പാടിയത് വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാലത്താണ്. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യത്തെ അടുത്ത് അനുഭവിക്കാൻ കഴിയുന്നത്. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായെന്ന് പാടിയത് തീച്ചുളയ്ക്ക് സമാനമായ ശോധനയിലൂടെ പോയപ്പോഴാണ്. ആരും സഹായമില്ല, എല്ലാവരും ബാരിൽ കണ്ടും കാണാതെയും പോകും നേരമെന്ന് പാടിയത് ഏറ്റവും വലിയ ശോധനയിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ഞെരുക്കത്തിലൂടെ പോകുമ്പോഴാണ് പാടിയത്. കാരണം ഈ ശോധന ഒന്നും അവരെ തകർത്തില്ല, പക്ഷേ അവർ അതിന്റെ നടുവിലും ഒന്നാമതായി ഇറങ്ങുന്നവന്റെ സാന്നിധ്യം അനുഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ദൈവ സാന്നിധ്യം ഇത്രയും അടുത്തറിയാൻ പറ്റുന്ന ഒരു സന്ദർഭം വേറെ ലൈഫിലില്ല. അതാണ് വിശ്വാസത്തിന്റെ പരിശോധന. പ്രിയരെ, എങ്ങനെ വേണേലും നമുക്ക് വളരാം. അതിന് ലോകം നമുക്ക് പല സോഴ്സുകൾ തരുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തിൽ വളരാൻ അത്ര ഈസി അല്ല. അതിന് പ്രാർത്ഥന അനിവാര്യമാണ്. കാരണം വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും നമ്മൾ തന്നെയാണ്. ഈ ദിവസങ്ങളിലെ ഈ ദൈവവചന പഠനം കൊണ്ട് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കുള്ള എന്തെങ്കിലും കീടങ്ങൾ നമ്മിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനെ ഉരുക്കിക്കളയാൻ വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടത്തിവിട്ട് ദൈവം നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ, കൊള്ളാകുന്നവനായി തെളിഞ്ഞു വരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തെ ആധികാരികമായി പഠിക്കാനും ചിന്തിക്കാനും വീക്ഷിക്കാനും നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്നു.
ഇവരുടെ ജീവിതത്തിൽ ഈ ക്ലാസ്സുകൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ വലിയ ആത്മീക പ്രചോദനത്തിന് കാരണമാകും. എല്ലാ മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന